വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് ഇന്ന് 4581 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 3920 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം. 527 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 21 മരണമാണ് ഇന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത്. ടി.ജി. സജിത്ത് വിവരങ്ങളുമായി ചേരുന്നു. സജിത്ത്, ഇന്ന് 4581 പേർക്ക് കോവിഡ് എന്നത് ആശ്വാസകരമായ നിലയാണ്. പക്ഷേ പരിശോധന 46,126 പേർക്ക് മാത്രമാണ് നടന്നിട്ടുള്ളത് എന്ന കാര്യവുമുണ്ട്. ഇന്നത്തെ കണക്കുകളെ എങ്ങനെ കാണും? ഇന്ന് 4581 പേർക്കാണ് സംസ്ഥാനത്ത് രോഗബാധ ഉണ്ടായിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ 44,207 സാമ്പിൾ പരിശോധനകളാണ് നടന്നത്. അതായത് കഴിഞ്ഞ ദിവസങ്ങളിലെ അപേക്ഷിച്ച് 46,126 സാമ്പിൾ പരിശോധനയാണ് നടന്നത്. കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് ഈ സാമ്പിൾ പരിശോധനകളുടെ എണ്ണം കുറവാണ്. അതിന് കാരണമുണ്ട്. സാധാരണ ഞായറാഴ്ച ദിവസങ്ങളിൽ സാമ്പിൾ പരിശോധന കുറവാണ് നടക്കുന്നത്. അതാണ് ഇന്ന് ഇത്തരമൊരു കണക്ക് വന്നതിന് കാരണം. പക്ഷേ ഈ കണക്ക് പരിശോധിക്കുമ്പോഴും ഇന്നത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് രോഗബാധിതരുടെ എണ്ണം കുറയുന്നു എന്നതിന്റെ സൂചനയുണ്ട്. കാരണം 9.93 ഇന്നത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. ഇന്നലെ അത് 10% മുകളിലായിരുന്നു പോസിറ്റിവിറ്റി നിരക്ക്. സ്വാഭാവികമായും ഇന്നലത്തെ അപേക്ഷിച്ച് ആ തരത്തിൽ സംസ്ഥാനത്തിന് നേരിയ ആശ്വാസം ഈ കണക്കുമായി ബന്ധപ്പെട്ട് ഉണ്ട്. ഇന്ന് രോഗമുക്തി നേടിയത് 6684 പേരാണ് ഇന്ന് രോഗമുക്തി നേടിയത്. ഒപ്പം 10 പുതിയ ഹോട്ട്സ്പോട്ടുകൾ 13 പ്രദേശങ്ങളെ ഒഴിവാക്കി എന്നതാണ് സാഹചര്യം. ജില്ലകളിലെ കണക്കിലേക്ക് വിശദമായിട്ട് വരുമ്പോൾ ഇന്ന് ഏറ്റവും അധികം രോഗികളുള്ളത് കോഴിക്കോട് ജില്ലയിലാണ്, 574, മലപ്പുറത്ത് 558, ആലപ്പുഴയിൽ 496, എറണാകുളത്ത് 489, തൃശൂർ 425, പാലക്കാട് 416, കൊല്ലത്ത് 341, തിരുവനന്തപുരത്ത് 314, കോട്ടയം 266, കണ്ണൂർ 203, പത്തനംതിട്ട 171, ഇടുക്കിയിൽ 165, വയനാട് 101, കാസർഗോഡ് 62 എന്നിങ്ങനെയാണ് ഇന്ന് ജില്ലകളിൽ രോഗം ബാധിച്ചവരുടെ എണ്ണം എന്നതാണ് സാഹചര്യം. നേരത്തെ സൂചിപ്പിച്ച പോലെ 21 മരണങ്ങളാണ് ഇന്ന് കോവിഡ് മൂലമാണ് എന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നത്. ഒപ്പം തന്നെ 45 ആരോഗ്യ പ്രവർത്തകർക്കും ഇന്ന് രോഗബാധ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് ഇന്നത്തെ സംസ്ഥാനത്തെ ഒരു പൊതുചിത്രം. ഇന്നലത്തെ അപേക്ഷിച്ച് ടെസ്റ്റ് പോസിറ്റീവ് നിരക്കിൽ നേരിയ കുറവ് ഇന്നത്തെ ദിവസം ഉണ്ടായിട്ടുണ്ട് എന്നത് പൊതുവിൽ ആശ്വാസകരമായി നമുക്ക് ചൂണ്ടിക്കാട്ടാം. ടി.ജി. സജിത്താണ് വിവരങ്ങൾ നൽകിയത്. കിഫ്ബിക്കെതിരായ വിമർശനങ്ങളിൽ പ്രതിപക്ഷ നേതാവിനെതിരെ ധനമന്ത്രി തോമസ് ഐസക്. കിഫ്ബിക്കെതിരെ ബിജെപിയും കോൺഗ്രസും നടത്തുന്ന ഒളിച്ചുകളി പിടിച്ചതിന്റെ ജാള്യം മറയ്ക്കാനാണ് രമേശ് ചെന്നിത്തല വീണിടത്ത് കിടന്ന് ഉരുളുന്നത്. ലാവ്ലിൻ കേസിൽ സിഎജിയുടെ കരട് റിപ്പോർട്ടിലെ പരാമർശം വെച്ചാണ് ഖജനാവിന് 375 കോടി രൂപയുടെ നഷ്ടമുണ്ടായി എന്ന് പ്രചരിപ്പിച്ചത്. യഥാർത്ഥ റിപ്പോർട്ടിൽ അങ്ങനെയൊരു പരാമർശമില്ല. എന്ന് മുതലാണ് സിഎജിയുടെ കരട് റിപ്പോർട്ട് പ്രതിപക്ഷ നേതാവിന് പവിത്ര രേഖയായതെന്നും തോമസ് ഐസക് പരിഹസിച്ചു. വിദേശത്തു നിന്ന് കിഫ്ബി മസാല ബോണ്ട് സ്വീകരിച്ചത് നിയമപരമായി എന്ന് ധനമന്ത്രി തോമസ് ഐസക്. എൻടിപിസി ഇത്തരത്തിൽ 2000 കോടി രൂപ സ്വീകരിച്ചിട്ടുണ്ട്. ദേശീയപാത അതോറിറ്റി 5000 കോടി സമാഹരിക്കാൻ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ സമീപിച്ചിരുന്നുവെന്നും തോമസ് ഐസക് ചൂണ്ടിക്കാട്ടി. കേന്ദ്ര സർക്കാരുമായിട്ട് ബന്ധപ്പെട്ടുള്ള കമ്പനികൾ 2016 എൻടിപിസി 2000 കോടി രൂപ മസാല ബോണ്ട് വഴി സമാഹരിച്ചു. പീയൂഷ് ഗോയൽ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പ്രഖ്യാപിച്ചത് ഊർജ കമ്പനികൾ $1 ബില്യൺ വിദേശത്തു നിന്ന് വായ്പ എടുക്കുന്നതാണ്. സർക്കാരല്ലാത്ത കമ്പനികൾ. നാഷണൽ ഹൈവേ അതോറിറ്റി 5000 കോടി രൂപ സമാഹരിക്കുന്നതിന് തീരുമാനമുണ്ട്. അതിൻ്റെ ഓപ്പണിംഗ് സെറമണിക്ക് കേരള മുഖ്യമന്ത്രി പോയ പോലെ ഓപ്പണിംഗ് സെറമണിക്ക് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ അന്ന് മണിയടിച്ചത് നിതിൻ ഗഡ്കരിയാണ്. ബിജെപിയുടെ ഭീഷണി വടക്കേ ഇന്ത്യയിൽ മതിയെന്ന് ധനമന്ത്രി തോമസ് ഐസക്. ഇഡിയെയും മറ്റും ഉപയോഗിച്ച് നടത്തുന്ന സൂത്രപ്പണിക്ക് സിഎജിയെയും ഉപയോഗിക്കാമെന്നാണ് ബിജെപിയുടെ വിചാരം. ബിജെപിയുടെ ഒരു ഉമ്മാക്കിക്ക് മുന്നിലും കേരളം കീഴടങ്ങില്ലെന്നും ഐസക് പറഞ്ഞു. ഒരു ഭീഷണിയൊക്കെ കൊടുത്തിരുന്നു. അതൊക്കെ വല്ല വടക്കേ ഇന്ത്യ മതിയുണ്ട്. ഈ കേരളത്തിലൊന്നും വേണ്ട. അത്രക്കായിട്ടില്ല. അതുകൊണ്ടാണ് ഈ ബി.ജെ.പി. അത്രക്കായിട്ടില്ല കേരളത്തിൽ. ഈ ബി.ജെ.പിയുടെ ബി ടീം ആവരുതട്ടാ.
പ്രതിപക്ഷ നേതാവ്. മിനിമം ഒന്നുമില്ലെങ്കിൽ ആ ഉമ്മൻചാണ്ടിയോട് ചോദിക്കും. ധനമന്ത്രി തോമസ് ഐസക് ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ലെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. രാഷ്ട്രീയ ദുഷ്ടലാക്കിനു വേണ്ടി എവിടെ വരെയും താഴുമെന്നതിന് ഉദാഹരണമാണ് മന്ത്രി. ധനകാര്യമന്ത്രി വില കുറഞ്ഞ വ്യക്തിയായതിൽ സഹതാപമുണ്ട്. ഇല്ലാത്ത കാര്യം പ്രചരിപ്പിച്ച് മിടുക്കനാവാനാണ് ശ്രമം. കിഫ്ബിയിലെ കൊള്ള പിടിക്കുമെന്നായപ്പോൾ ചന്ദ്രഹാസമിളക്കുകയാണ്. കൊച്ചിയിൽ ക്യാൻസർ സെന്റർ തകർന്നത് കിഫ്ബി അഴിമതിയുടെ ഉദാഹരണമെന്നും ചെന്നിത്തല കുറ്റപ്പെടുത്തി. കള്ളത്തരം കണ്ടുപിടിക്കുകയും അഴി എണ്ണേണ്ടി വരികയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഐസക് ഇപ്പോൾ ഉറഞ്ഞു തുള്ളുന്നത്. ഒരു കാര്യവുമില്ലാതെ അദ്ദേഹം പറയും എൻ്റെ കയ്യിലൊരു കരട് റിപ്പോർട്ടുണ്ട്, ആ റിപ്പോർട്ട് ഇതാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം രാജ്യത്തുള്ള മുഴുവൻ പ്രതിപക്ഷത്തെ മുഴുവൻ ആക്ഷേപിക്കുകയാണ്. ഒരു കാര്യവുമില്ലാതെ. സ്വപ്ന സുരേഷിനെ സഹായിക്കണമെങ്കിൽ ഇത് ചെയ്താണ്, ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? കോടിയേരിയുടെ മകനെ രക്ഷിക്കണമെങ്കിൽ മുഖ്യമന്ത്രിയിലേക്ക് അന്വേഷണം നീങ്ങുന്നുവെന്ന് കണ്ടപ്പോൾ ചെയ്യുന്ന ഒരു വിദ്യയായി മാത്രമേ ഇതിനെ കാണാൻ കഴിയുള്ളൂ. തോമസ് ഐസക്കിന്റെ ഉന്നം പിണറായി വിജയനാണെന്നും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ലാവ്ലിൻ കമ്പനിക്ക് മസാല ബോണ്ടുമായി ബന്ധമുണ്ട്. ഐസക്കിന്റെ മുട്ടിടിക്കാൻ കാരണം ലാവ്ലിൻ ബന്ധത്തിൽ അഴിമതി ഒളിഞ്ഞു കിടക്കുന്നതാണ്. പ്രതിപക്ഷത്തിന് മരുന്നിട്ട് തരുന്നതിന് ഐസക്കിനോട് നന്ദിയുണ്ട്. ലാവ്ലിൻ വീണ്ടും കൊണ്ടുവന്നതിലൂടെ അത് വ്യക്തമാണ്. തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഐസക് നിലവിളിക്കുന്നതെന്തിനാണ്? എല്ലാ അഴിമതികളും പുറത്തുവരും. ഇത് കമ്മ്യൂണിസ്റ്റ് റിപ്പബ്ലിക് അല്ലെന്നും ചെന്നിത്തല കൂട്ടിച്ചേർത്തു. ഐസക് ധരിക്കുന്ന പോലെ ഇതൊരു കമ്മ്യൂണിസ്റ്റ് റിപ്പബ്ലിക് ഒന്നുമല്ല. ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. ഭരണഘടനയാണ് നമ്മളെ നയിക്കുന്നത്. ഭരണഘടനയുടെ ഉൽപ്പന്നങ്ങളാണ് ഈ സ്ഥാപനങ്ങളെല്ലാം. അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം ധനകാര്യമന്ത്രി പ്രവർത്തിക്കാൻ. കിഫ്ബി വായ്പകൾ ഭരണഘടനയ്ക്ക് വിരുദ്ധമെന്ന് CNDG തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന റിപ്പോർട്ടിൽ പറയാൻ പോകുന്നുവെന്നാണ് തോമസ് ഐസക് പറയുന്നത്. റിപ്പോർട്ട് പുറത്തു വരാത്ത കൊണ്ട് നമുക്കറിയില്ല. അതേസമയം 50 വർഷത്തെ വികസനം മുന്നിൽ കണ്ടാണ് കിഫ്ബി നടപ്പാക്കിയതെന്ന് മന്ത്രി AK ബാലൻ പറഞ്ഞു. പ്രതിപക്ഷം ഇത് അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണെന്നും ബാലൻ കുറ്റപ്പെടുത്തി. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്ക് വക്കീൽ നോട്ടീസ് അയച്ച് കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ. സ്കൂളുകളിൽ ഡിജിറ്റൽ ഉപകരണങ്ങളുടെ വിതരണത്തിൽ ക്രമക്കേടുണ്ടെന്ന ആരോപണത്തിനെതിരെയാണ് നോട്ടീസ്. അടിസ്ഥാനരഹിതമായ പ്രസ്താവനയിൽ മാപ്പ് പറഞ്ഞില്ലെങ്കിൽ ക്രിമിനൽ നടപടിയുണ്ടാകുമെന്ന് നോട്ടീസിൽ പറയുന്നു. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിനായി ശബരിമല നട തുറന്നു. ഭക്തർക്ക് ദർശനം അനുവദിച്ചിരിക്കുന്നത് നാളെ മുതലാണ്. ജി ശ്രീജിത്ത് വിവരങ്ങളുമായി ചേരുന്നു. ശ്രീജിത്ത്, നാളെ മാത്രമേ ഭക്തർക്ക് സന്ദർശനത്തിന് അനുമതിയുള്ളൂ. അവിടെ ശാന്തിമാരുടെ ചുമതലയേൽക്കൽ തുടങ്ങിയ നടപടികളെല്ലാം പൂർത്തിയായോ? എന്താണ് അവിടെ നിന്നുമുള്ള വിവരങ്ങൾ? നടപടി പൂർത്തിയായിട്ടില്ല രേണുക. അത് 6:45 മേൽശാന്തിമാരെ അവരോധിക്കുന്ന ചടങ്ങ് നടക്കുക. കൃത്യം 5 മണിക്ക് തന്നെ ശബരിമല ക്ഷേത്രം നട തുറന്നു. തന്ത്രി കണ്ഠരര് രാജീവരുടെ നേതൃത്വത്തിൽ AK സുധീർ നമ്പൂതിരിയാണ് മേൽശാന്തി LK സുധീർ നമ്പൂതിരിയാണ് നട തുറന്നത്. തുടർന്ന് വലിയ ആഴിയിൽ ദീപം പകർന്നു. തുടർന്ന് പുതിയ മേൽശാന്തിമാരായ ജയരാജ് പോറ്റിയും MN രജികുമാറും 18ാം പടി ചവിട്ടി സന്നിധാനത്തെത്തി. ഇനി 6:45 ചടങ്ങുകളുള്ളത്. അതിന് അവർക്ക് കലശാഭിഷേകം നടത്തും. അതിനുശേഷം അവരെ സംബന്ധിച്ച് മൂലമന്ത്രം, പ്രത്യേകിച്ച് തന്ത്രി അയ്യപ്പന്റെ മൂലമന്ത്രം ചൊല്ലിക്കൊടുക്കും. ഇന്ന് രാത്രി സുധീർ നമ്പൂതിരി നടയടച്ച ശേഷം ശബരിമല നട 1 വർഷത്തിന് ശേഷം അദ്ദേഹം ഈ സന്നിധാനം വിടുകയാണ്, നാട്ടിലേക്ക് പോവുകയാണ്. നാളെ പുലർച്ചെ 4 മണിക്ക് പുതിയ മേൽശാന്തിയാണ് നട തുറക്കുന്നത്. എന്തായാലും നാളെ പുലർച്ചെ മുതലാണ് അയ്യപ്പ ഭക്തർക്ക് സന്നിധാനത്തേക്ക് പ്രവേശനം ഉണ്ടാകുക. നിലയ്ക്കലും മറ്റും കോവിഡ് പരിശോധനാ സംവിധാനങ്ങൾ ഇന്ന് രാത്രി മുതൽ തന്നെ ഭക്തർക്കായുള്ളത് രാത്രി മുതൽ തന്നെ ആരംഭിക്കുന്നുണ്ട്. ജീവനക്കാർക്കുള്ള ഇതിനകം തന്നെ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും വലിയ നിയന്ത്രണങ്ങളിലാണ് ശബരിമല സന്നിധാനം ഇത്തവണ മണ്ഡല മകരവിളക്ക് പൂജയ്ക്കായി നട തുറന്നിരിക്കുന്നത്. ജി ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ LDF സീറ്റ് ധാരണയായി. CPM-ഉം കേരള കോൺഗ്രസ് എമ്മും 9 സീറ്റുകളിൽ വീതം മത്സരിക്കും. CPIക്ക് 4 സീറ്റാണുള്ളത്. NCPക്കും ജനതാദളിനും സീറ്റില്ല.
പാലാ നഗരസഭയിൽ ധാരണ ഇന്നുണ്ടാകുമെന്ന് VN വാസവൻ പറഞ്ഞു. വിവരങ്ങളുമായി MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, ഏതായാലും വലിയ തർക്കങ്ങളില്ലാണ്ട് തന്നെ ധാരണയിലെത്താൻ കഴിഞ്ഞിരിക്കുന്നു. എല്ലാ പ്രതിസന്ധിയും അവസാനിച്ചിരിക്കുകയാണ്. പാലാ മാത്രം ഇനി തീരുമാനമെടുക്കാനുമുണ്ട്. എന്താണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ? രേണുക, തീർച്ചയായിട്ടും സീറ്റ് വിഭജനത്തെ ചൊല്ലി കോട്ടയം ജില്ലയിൽ വലിയ തർക്കങ്ങളായിരുന്നു LDF നിലനിന്നിരുന്നത്. പ്രധാനമായും കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് സീറ്റുകൾ നൽകുന്നതുമായി ബന്ധപ്പെട്ട് CPI ഉയർത്തിയ തർക്കങ്ങൾ തന്നെയായിരുന്നു പ്രധാനം. ജില്ലാ പഞ്ചായത്തിൽ 11 സീറ്റുകളാണ് കേരള കോൺഗ്രസ് ജോസ് കെ മാണി പക്ഷം ചോദിച്ചത്. എന്നാൽ അത്രയും സീറ്റുകൾ വിട്ടു നൽകാൻ കഴിയില്ല എന്നാണ് CPI അടക്കമുള്ളവർ പറഞ്ഞത്. CPIയുടെ നിലവിലുള്ള 2 സീറ്റുകൾ കവർന്നെടുത്ത് ഇവർക്ക് സീറ്റ് നൽകണം എന്ന രീതിയിലേക്കായിരുന്നു കാര്യങ്ങൾ. എന്നാൽ അവസാനം ഒത്തുതീർപ്പിന് വഴങ്ങി 9 സീറ്റുകളിൽ കേരള കോൺഗ്രസ് ഒതുങ്ങിയിരിക്കുന്നു. ഒപ്പം 1 സീറ്റ് CPI വിട്ടുകൊടുത്തിരിക്കുന്നു. CPMന്റെ ഭാഗത്തുനിന്നും 1 സീറ്റും എടുത്തിട്ടുണ്ട്. ജനതാദൾ, NCP തുടങ്ങിയ ഘടകകക്ഷികൾക്ക് സീറ്റുമില്ല. എന്തായാലും പാലാ അടക്കമുള്ള ചർച്ചകൾ ഇന്ന് തന്നെ ഒരുപക്ഷെ പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് LDFന്റെ പ്രതീക്ഷ. ശരി, MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിലേക്കും കോർപ്പറേഷനിലേക്കുമുള്ള UDF സ്ഥാനാർത്ഥികളുടെ ആദ്യ പട്ടിക പുറത്തിറക്കി. കോർപ്പറേഷനിലേക്ക് മത്സരിക്കുന്ന 22 സ്ഥാനാർത്ഥികളുടെ പട്ടികയാണ് തയ്യാറായത്. ഡെപ്യൂട്ടി മേയറായിരുന്ന PK രാഗേഷും കോർപ്പറേഷൻ മുൻ പ്രതിപക്ഷ നേതാവ് TO മോഹനും രംഗത്തുണ്ടാകുമെന്ന് നേതാക്കൾ അറിയിച്ചു. KPCC ജനറൽ സെക്രട്ടറി മാർട്ടിൻ ജോർജും മത്സരിക്കും. ഇവർ ഉൾപ്പെടുന്ന പട്ടികകൾ നാളെ പ്രഖ്യാപിക്കും. കണ്ണൂർ കോർപ്പറേഷൻ മേയർമാരായിരുന്ന സുമാ ബാലകൃഷ്ണൻ, C സീനത്ത് എന്നിവർ ഇത്തവണ മത്സരിക്കുന്നില്ല. ബീഹാർ മുഖ്യമന്ത്രിയായി നിതീഷ് കുമാർ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. രാജ്നാഥ് സിംഗിന്റെ സാന്നിധ്യത്തിൽ പട്നയിൽ ചേർന്ന NDA യോഗം നിതീഷിനെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തു. फैसला हुआ कि NDA विधायक दल के नेता नीतीश कुमार जी निर्वाचित हुए हैं और भारतीय जनता पार्टी विधायक दल के नेता श्री तारकिशोर जी और उपनेता श्रीमती रेणु देवी निर्वाचित हुई हैं और नीतीश जी के साथ सारे सभी लोग महामहिम राज्यपाल महोदय से आज मिले हैं और उसके बाद महामहिम राज्यपाल शपथ ग्रहण के लिए उन्हें आमंत्रित करेंगे. NDA നേതാക്കൾ ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തി. രാജ്ഭവനിലായിരിക്കും സത്യപ്രതിജ്ഞാ ചടങ്ങ്. NDA विधानमंडल दल की बैठक हो गई, उसमें फिर मुझे नेता के रूप में निर्वाचित किया गया. महामहिम राज्यपाल महोदय को उसका पत्र आज अभी दे दिया गया और उन्होंने इसको स्वीकार करते हुए मुख्यमंत्री के रूप में मनोनीत कर दिया. अब इसके बाद हम लोग बैठकर कल शपथ ग्रहण समारोह होगा, कल 4 साढ़े 4 बजे, जो भी होगा आफ्टरनून में होगा और उसके बारे में कितने लोग शपथ लेंगे, इन सब चीजों के बारे में निर्णय होगा. നാട്ടിലെങ്ങും വോട്ടംഗം. പന്തീരാങ്കാവ് മാവോയിസ്റ്റ് കേസിലെ പ്രതി അലന്റെ അച്ഛൻ ഷുഹൈബ് RMP സ്ഥാനാർത്ഥി. കോഴിക്കോട് കോർപ്പറേഷൻ 61ാം ഡിവിഷനിലാണ് ഷുഹൈബ് മത്സരിക്കുന്നത്. ഇടതുപക്ഷ ജീർണതയ്ക്കെതിരെയുള്ള പോരാട്ടമാണ് സ്ഥാനാർത്ഥിത്വമെന്ന് ഷുഹൈബ് പറഞ്ഞു. UDFന്റേതുൾപ്പെടെ പിന്തുണ പ്രതീക്ഷിക്കുന്നതായി RMP വ്യക്തമാക്കി. പന്തീരാങ്കാവ് മാവോയിസ്റ്റ് കേസിൽ അറസ്റ്റിലാവുമ്പോൾ CPM മീഞ്ചന്ത ബൈപ്പാസ് ബ്രാഞ്ച് അംഗമായിരുന്നു അലൻ. 10 വർഷത്തോളം CPM ബ്രാഞ്ച് സെക്രട്ടറിയായിരുന്ന ഷുഹൈബും കുടുംബവും അലൻ ജയിലിലായപ്പോഴും പാർട്ടിക്കൊപ്പം തന്നെയെന്ന് പ്രഖ്യാപിച്ചു. ശബരിമല, CAA വിഷയങ്ങളിൽ CPM സംഘടിപ്പിച്ച പ്രതിഷേധങ്ങളിലും ഷുഹൈബ് പങ്കെടുത്തു. എന്നാൽ അലനും താഹയും മാവോയിസ്റ്റുകൾ തന്നെയെന്ന മുഖ്യമന്ത്രിയുടെ നിലപാടോടെ ഇവർ പാർട്ടിയിൽ നിന്ന് അകന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് കോർപ്പറേഷനിലെ വലിയങ്ങാടി വാർഡിലാണ് RMP സ്ഥാനാർത്ഥിയായി ഷുഹൈബ് മത്സരിക്കുക. ഇടതുപക്ഷത്തിന്റെ ജീർണതയ്ക്കും നിരപരാധികൾക്കെതിരെയുള്ള പോലീസ് വേട്ടയ്ക്കുമെതിരെയാണ് തന്റെ സ്ഥാനാർത്ഥിത്വമെന്ന് ഷുഹൈബ് പറഞ്ഞു. ഒരു ജനാധിപത്യ രീതിയിൽ പലപ്പോഴും രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പോലും പറ്റാത്ത രീതിയിൽ ഒറ്റപ്പെടുകയോ വേട്ടയാടപ്പെടുകയോ കൊല്ലപ്പെടുകയോ ഒക്കെ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ജനാധിപത്യ വിരുദ്ധ രീതികളും കൂടി നിലനിൽക്കുന്ന ഒരവസ്ഥയുണ്ട്. അവിടെ രൂപപ്പെട്ടു വരുന്ന ഈ പറയുന്ന സമരമുഖങ്ങളിൽ നിന്നാണ് ഇങ്ങനെയുള്ള സ്ഥാനാർത്ഥിത്വവും കാണുന്നത്. ഞാൻ UDFന്റെ പിന്തുണ പ്രതീക്ഷിക്കുന്നതായി RMP വ്യക്തമാക്കി. ഇത് നിലപാടിനെ ചിന്തിക്കുന്ന ആരുടെ പിന്തുണയും ഞങ്ങൾ സ്വീകരിക്കും. സ്വാഭാവികം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഈ കാര്യത്തിൽ
കേരളീയ പൊതുസമൂഹം, കേരളത്തിലെ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ സുഹൈബിനോടൊപ്പം നിൽക്കുമെന്ന പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. ഷുഹൈബിന്റെ സ്ഥാനാർത്ഥിത്വത്തോടെ സർക്കാരിന്റെ പോലീസ് നയങ്ങൾ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാക്കാനാണ് RMPയുടെ നീക്കം. ന്യൂസ് 18 കോഴിക്കോട്. കോവിഡ് കാലത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണം അധികവും ഓൺലൈനിലാണ്. വാട്സപ്പ് സ്റ്റാറ്റസും അനൗൺസ്മെന്റ് വീഡിയോകളും ഒക്കെയായി പുത്തൻ പ്രചാരണ രീതികളാണ് എല്ലായിടത്തും. മാസങ്ങളായി ജോലിയില്ലാതിരുന്ന കലാകാരന്മാർക്ക് ആശ്വാസമാണ് ഈ മാറ്റം. ജനാധിപത്യത്തിലെ ഉത്സവമാണ് ഓരോ തെരഞ്ഞെടുപ്പും. പക്ഷേ ഈ കോവിഡ് കാലത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കുറെ നിയന്ത്രണങ്ങളുണ്ട്. പക്ഷേ ഈ നിയന്ത്രണങ്ങളെയൊക്കെ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ മറികടക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെയാണ്. നമ്മളെ വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ കാണുന്ന പ്രചാരണ വീഡിയോകളുടെ അണിയറ വിശേഷങ്ങളിലേക്കാണ് ഇനി. സ്ഥാനാർത്ഥികൾ വീട് കയറുന്നുണ്ടെങ്കിലും തെരഞ്ഞെടുപ്പ് കൊഴുപ്പിക്കുന്ന പ്രചാരണമൊക്കെ ഇത്തവണ ഓൺലൈനിലാണ്. കാരപ്പറമ്പിലെ എഡിറ്റ് ലൈൻ സ്റ്റുഡിയോയിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടതെല്ലാം ഒരുക്കുകയാണ് ഇവർ. പാട്ട് മാത്രമല്ല ഇത്തവണ വാട്സപ്പ് സ്റ്റാറ്റസ് വീഡിയോകൾക്കാണ് പ്രിയം. ചെയ്തതും ചെയ്യാനിരിക്കുന്നതുമെല്ലാം 30 സെക്കൻഡ് വീഡിയോയിൽ ഒതുക്കും. ഈ ഡ്യൂറേഷൻ കൂടുന്തോറും ആളുകൾ ഇത് കാണാൻ നിൽക്കത്തില്ല. അതിപ്പോൾ ഒരു 8 മിനിറ്റോ 7 മിനിറ്റ്, 1 സെക്കൻഡ് എവിടെ കുറയുന്നു, അത്രയും പ്രേക്ഷകർ കൂടത്തുള്ളൂ. അത് ഇതിന്റെ ഒരു സൈക്കോളജിയാണ്. മൈക്ക് കെട്ടിയുള്ള അനൗൺസ്മെന്റ് വാഹനങ്ങൾ വരെ ഡിജിറ്റലായി. BJP സ്ഥാനാർത്ഥികളെ താമര അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കുക നമ്മുടെ ചിഹ്നം താമര താമര താമര. രാഷ്ട്രീയ നേതാക്കളെ അനുകരിച്ച് സ്കിറ്റുകളും അണിയറയിൽ ഒരുങ്ങുന്നു. വൈഫൈ ആണ് ഞങ്ങളെ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി പോകും. വൈഫൈ അല്ല, വൈഫൈ കിട്ടിയിട്ടില്ലെങ്കിലും കുട്ടികൾക്ക് വൈഫൈ അത് നിർബന്ധം. ഈ കലാകാരന്മാർക്ക് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് അതിജീവനം കൂടിയാണ്. 9 മാസമായി സ്റ്റേജ് പരിപാടികൾ പോലും ഇല്ലാതിരുന്നവർക്ക് പിടിച്ചു നിൽക്കാൻ കിട്ടിയ കച്ചിത്തുരുമ്പ്. ഇതുകൊണ്ട് നമുക്ക് ഉണ്ടെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ പാട്ടുകാർ, മിമിക്രിക്കാരൊക്കെ നമുക്ക് കുറച്ച് പേരെങ്കിലും, മുഴുവൻ പേരെ നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല. കോഴിക്കോട്ടെ ഒരു കുറച്ച് കലാകാരന്മാരുടെ ഒരു കൂട്ടായ്മയാണ് ഇത്. അപ്പോൾ കുറച്ച് പേരുടെ വീട്ടിലേക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ മേടിക്കാം. പത്രികാ സമർപ്പണം കഴിഞ്ഞാൽ ഇതെല്ലാം ഒന്നുകൂടി കളറാവും. വാട്സപ്പ് സ്റ്റാറ്റസും FB ഫീഡുമെല്ലാം ഇവരുടേതാവുമെന്ന് ചുരുക്കം. സ്വരൂപ് നിവേദിക്കൊപ്പം അശ്വിൻ വല്ലത്ത്, ന്യൂസ് 18 കോഴിക്കോട്. എറണാകുളം കാലടി പഞ്ചായത്തിൽ ഭാര്യയും ഭർത്താവും സ്ഥാനാർത്ഥികളാണ്. KT എൽദോസും ഭാര്യ സുജയുമാണ് അങ്കത്തട്ടിലുള്ളത്. സ്വതന്ത്ര സ്ഥാനാർത്ഥികളാണ് ഇരുവരും. എറണാകുളം കാലടി സ്വദേശി KT എൽദോസിന്റെ വീട്ടിൽ സ്ഥാനാർത്ഥികൾ 2 പേരാണ്. എൽദോസും ഭാര്യ സുജ എൽദോസുമാണ് സ്ഥാനാർത്ഥികൾ. സുജ 1-ാം വാർഡിലും എൽദോസ് 2-ാം വാർഡിലുമാണ് മത്സരിക്കുന്നത്. 2 പേരും സ്വതന്ത്ര സ്ഥാനാർത്ഥികളായതിനാൽ വീട്ടിൽ രാഷ്ട്രീയത്തെ ചൊല്ലിയുള്ള തർക്കവുമില്ല. വിജയിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഇരുവരും. 2-ാം വാർഡിനെ പ്രതികരിക്കാനായിട്ട് അവിടുത്തെ നിരവധി ആളുകൾ ആവശ്യപ്പെട്ടതനുസരിച്ച് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കാൻ തീരുമാനിച്ചേക്കാണ്. എൻ്റെ പ്രവർത്തനത്തിൽ ഇന്നലെ മുതൽ ഞാൻ ആ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങി തുടങ്ങി. ചേട്ടൻ മത്സരിച്ചപ്പോൾ 5 വർഷക്കാലം ഞാനും അവിടെ സജീവമായിട്ടുണ്ടായിരുന്നു. അത് കാരണം ജയിക്കുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. കഴിഞ്ഞ തവണ 1-ാം വാർഡിൽ നിന്നും സ്വതന്ത്രനായി മത്സരിച്ച് വിജയിച്ച ആളാണ് എൽദോസ്. സഹോദരനും LDF സ്ഥാനാർത്ഥിയുമായിരുന്ന വർഗീസിനെയാണ് പരാജയപ്പെടുത്തിയത്. 3 തവണ പഞ്ചായത്ത് അംഗമായിട്ടുണ്ട് എൽദോസ്. കാലടി ശ്രീശങ്കര കോളേജിൽ പഠിക്കുമ്പോൾ സിനിമാ നടൻ ജയറാമിന്റെ സഹപാഠിയായിരുന്നു. അന്ന് SFI പാനലിൽ ക്ലാസ് റെപ്പ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയറാമിനെ പരാജയപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. ദാഹിച്ചാൽ കാക്ക എന്തു ചെയ്യും? പണ്ട് പഠിച്ച കഥയുണ്ട്. വെള്ളമുള്ള കുടത്തിൽ കല്ല് നിറച്ചതും കാക്ക ദാഹമകറ്റിയതുമാണ് കഥ. ഇവിടെ ഒരു പക്ഷി ദാഹം തീർക്കാൻ വെള്ളമുള്ള കുപ്പിയിൽ കല്ല് നിറയ്ക്കുകയാണ്. ഇത് കഥയല്ല, സോഷ്യൽ മീഡിയയിൽ കാര്യമായി പാറിപ്പറക്കുകയാണ് കൗശലക്കാരിയായ ഈ പക്ഷി. ഈ കാഴ്ചകളോടെ വാർത്തയിൽ നിന്ന് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.